ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരു കൊണ്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കക്കുരു കറിയാണ്. ചക്കക്കുരു കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ചക്ക വെച്ചിട്ടും ഇടിച്ചക്ക വെച്ചിട്ടും ചക്കക്കുരു കൊണ്ടും അങ്ങനെ ചക്ക ഐറ്റംസ് വെച്ചിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക സീസണൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 25ഓളം ചക്കക്കുരു ഉണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറത്തുള്ള ആ ഒരു വൈറ്റ് സ്കിൻ മാത്രമാണ് ഞാൻ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് തൊലി മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ. ഇത് നമ്മൾ റിമൂവ് ചെയ്യില്ല കേട്ടോ. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണിത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു പുറം തൊലി മാത്രം കളഞ്ഞാൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസാക്കി. ഇതിൽ കൂടുതൽ ചെറിയ പീസാക്കണ്ട. ഒരുപാടങ്ങ് വെന്ത് വരുമ്പോൾ അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ ആ ഒരു രീതിയിൽ എടുക്കണ്ട. ഇത് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വേവാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ചക്കക്കുരു അതിനകത്തിട്ട് നമുക്ക് ചക്കക്കുരു മാത്രം ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. വെന്തങ്ങ് ഉടഞ്ഞു പോകരുത്, എന്നാൽ നന്നായി വേവുകയും വേണം. ഉടയുന്ന പരുവാവരുത്, വേവണം എന്നാൽ പീസായി കിടക്കാൻ വേണം. ആ രീതിയിൽ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു 90% വേവാവുന്ന സമയത്ത് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ചക്കക്കുരുവിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ആ വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാൻ വെച്ചു. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മളിതിനകത്തേക്ക് തേങ്ങയാണ്, ചെറിയൊരു തേങ്ങയുടെ ഒരു മുറി എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ചിരകിയതിന് ശേഷം ഒന്ന് കറക്കിയെടുത്തു കേട്ടോ. അപ്പോൾ എല്ലാം ഈവനായിട്ട് ഒരേ അളവിൽ കിട്ടും. വലിയ പീസാക്കി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വറുക്കുമ്പോൾ അത് പല അളവായി പോവും. ഇനി അത് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് ആക്കിയതിന് ശേഷം ഒരു നുള്ള് ചെറിയ ജീരകവും ഒരു നുള്ള് ഉലുവയും, നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു നുള്ള് ചേർത്താൽ മതി. ഒരു നുള്ള് ഉലുവ കൂടി ചേർക്കുക. ഇനി ഒരു 2 വറ്റൽമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവയുടെ അളവൊന്നും ഒരുപാട് കൂടരുത്, കയ്പ്പ് രസം വരും. ഇനി ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 1/2 to 1 ടീസ്പൂൺ വരെ ചേർക്കുക കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് വറുത്തെടുക്കരുത്, ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ കളർ മാറി വന്നപ്പോഴത്തേക്കും ഒരു 4-5 ചെറിയ ഉള്ളി കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ആക്കിയെടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് തേങ്ങ വറുത്തെടുക്കണം. ഒരുപാടങ്ങ് കരിയുന്ന പരുവത്തിൽ വറുത്തെടുക്കരുത്. ഈ ഒരു പരുവം മതിയാവും കേട്ടോ. ഇപ്പോൾ എല്ലാം ഏകദേശം ഒരേപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ചിരവി എടുത്ത് ചെയ്യുമ്പോൾ എല്ലാം പല അളവായി പോവും. അപ്പോൾ ചിലത് മൂക്കും ചിലത് മൂക്കാതെ കിടക്കും, അങ്ങനെയാണ്. അപ്പോൾ നന്നായിട്ട് തേങ്ങ അത്യാവശ്യം നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി, ഓൾറെഡി വറ്റൽമുളകും കുരുമുളകും ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്ന, അധികം എരിവ് വേണ്ടാത്തവർക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്താൽ മതി. വറ്റൽമുളകും മുളക് പൊടിയും കൂടെ ആകുമ്പോൾ എരിവ് കറക്റ്റ് ആയിരിക്കും. ആ ചൂടിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുക. കാരണം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ആ ചൂടിൽ തന്നെ വറുത്തെടുത്തു. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്ത് കൊടുത്താൽ കരിയില്ല കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആ ഒരു ചൂടിൽ തന്നെ വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഫ്ലെയിം ഓണാക്കി കഴിഞ്ഞാൽ പൊടികൾ കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ എടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ. ഇതിനകത്തേക്ക് ഒരു 10 ചെറിയ ഉള്ളിയും ഒരു സവോളയും കൂടി ഞാനിതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി ചേർക്കുന്നവർക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താലും മതി, സവോള ചേർക്കണം എന്നില്ല. അപ്പോൾ ഞാൻ 2 കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ജസ്റ്റ് ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം, ഒരുപാട് വലുത് വേണ്ട, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3-4 വെളുത്തുള്ളിയും കൂടി കനം കുറച്ച് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ സമയത്ത് നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം കളഞ്ഞിട്ടാണ് ചക്കക്കുരു എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറിയ ഉള്ളി തന്നെ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇത്തിരി സവോളയും കൂടി ചേർത്തുന്നേ ഉള്ളൂ. അരിഞ്ഞെടുക്കാനുള്ള പാടുകൊണ്ടാണ്. നമുക്ക് ചെറിയ ഉള്ളി ആകുമ്പോൾ അരിയാനുള്ള മടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് വാടി വന്ന് ഒന്ന് സോഫ്റ്റായി വന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ ഉടഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പരുവം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ ചേർക്കാം, പക്ഷേ നമ്മൾ ഓൾറെഡി വറ്റൽമുളകും കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഞാനിതിൽ പച്ചമുളക് ചേർക്കുന്നില്ല. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ചക്കക്കുരു ചേർത്തതിന് ശേഷം സവോളയിൽ ഉപ്പ് ചേർക്കണം, മറക്കരുത്.
ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുന്നില്ല, മാക്സിമം ഞാൻ അടിച്ച് അങ്ങനെ ഇളക്കി കൊടുത്ത് അടിച്ചെടുക്കുകയാണ്. അതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരികയാണെങ്കിൽ ആ രീതിയിൽ തന്നെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അല്ലെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഓൾറെഡി ഒരുപാട് വീഡിയോയിൽ വറുത്തരച്ച ഒരു രീതി ചെയ്തിട്ടുണ്ട്, നമ്മുടെ തേങ്ങ വറുത്തരച്ചത്. അതിലേതെങ്കിലും ഒരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ചക്കക്കുരു 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഞാൻ അധികം വെള്ളം ഒഴിക്കുകയാണെങ്കിലും അധികം വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം അത്രേ എടുക്കാവൂ കേട്ടോ. ഒരു പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുക, വെള്ളം പോലെ അരച്ചെടുക്കരുത്. എന്നിട്ട് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇനിയും നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ വറുത്ത് കഴിയുമ്പോൾ ഓഫ് ചെയ്തതിന് ശേഷമാണല്ലോ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടികൾ ചേർത്ത് ആ ചൂടിൽ തന്നെ, ആ ഒരു പാത്രത്തിന് ഒരു ചൂടുണ്ടാവും, ആ തേങ്ങയുടെയും കൂടെ ചൂടിലാണ് നമ്മളത് മൂപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ വെക്കരുത്, വേറെ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റണം. കാരണം അതിൽ തന്നെ ഇരുന്നാൽ തേങ്ങ വീണ്ടും മൂക്കാനുള്ള ചാൻസ് ഉണ്ട്. പൊടികൾ ചേർത്ത് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനും. ഇളക്കി കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഉണക്ക തേങ്ങ എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് എണ്ണ ഇറങ്ങി വരും. അപ്പോൾ ഇത് നല്ലപോലെ അരപ്പൊന്ന് തിളച്ചതിന് ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞ് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഞെരടി പിഴിഞ്ഞ് വയ്ക്കുക. എന്നിട്ട് നല്ലപോലെ ഈ അരപ്പൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പുളി എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. പുളിയൊക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ചാണല്ലോ, അതുകൊണ്ടാണ് ഒരു അളവ് പറയാത്തത്. ആദ്യം കുറച്ച് ചേർക്കുക, ആദ്യം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കാതെ കുറച്ച് ചേർക്കുക. പുളി ചെക്ക് ചെയ്ത് നോക്കുക, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക. എന്നിട്ടും ചെക്ക് ചെയ്യുക, പിന്നെയും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കുക. ആ രീതിയിൽ ചെയ്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പുളിയുടെ അളവ് കൂടിപ്പോകും കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് ഇനി എണ്ണ തെളിഞ്ഞ് വരണം. പുളിവെള്ളം ചേർത്ത് ഒന്ന് തിളച്ചതിന് ശേഷം വീണ്ടും ഫ്ലെയിം നല്ല ലോയിൽ വെക്കുക. എന്നിട്ട് വെയിറ്റ് ചെയ്യുക. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒരുപാട് വെള്ളം പോലെയുള്ള കറിയല്ല, ഒരുപാട് തിക്കായിട്ടുള്ളൊരു കറിയല്ല കേട്ടോ, ഒരു മീഡിയം പരുവം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഒരു പിടി ചക്കക്കുരു മതിയല്ലോ, അത്ര ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്യാൻ മറക്കരുത്. ചക്കക്കുരു കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ചക്കക്കുരു റെസിപ്പീസ് എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. കണ്ടു നോക്കുക കേട്ടോ, എന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊന്ന് തിളച്ച് എണ്ണ തെളിഞ്ഞ് വരട്ടെ. അപ്പോൾ ഞാൻ ബാക്കി കൂടി കാണിച്ചു തരാം. ഉലുവ നിങ്ങളുടെ കയ്യിൽ ഉലുവ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഒരു നുള്ള് ഉലുവ വറുത്ത് പൊടിച്ച് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇതിൽ കൂടുതൽ ലൂസാവാനും പാടില്ല, ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കാനും പാടില്ല കേട്ടോ. കണ്ടോ, ഇതായിരിക്കണം കൺസിസ്റ്റൻസി. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.